ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണണം. വൈ എന്ന് പറഞ്ഞിട്ട് സൈൻ ഇൻവേഴ്സ് 1 - x² / 1 + x² ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എല്ലാവർക്കും പൗലോമാസ്റ്റർ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു cos 2θ എത്ര ഇക്വേഷൻ ഉണ്ട്? 3 ഇക്വേഷൻ. അതിലുള്ള മൂന്നാമത്തെ ഇക്വേഷനാണ് 1 - tan²θ/1 + tan²θ. വളരെ സിമ്പിളാണ്. നേരെ മേളിലോട്ട് നോക്ക്, 1 - x² / 1 + x². ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ മാറ്റിയിട്ട് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 - x² / 1 + x². ഞങ്ങളുടെ ക്വസ്റ്റ്യനിൽ അതല്ലേ കിടക്കുന്നത്. എത്ര എളുപ്പമെന്ന് നോക്ക്. അപ്പോൾ ഈ ടാൻ തീറ്റയ്ക്ക് വരെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പുട്ട് x = tan θ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ പഠിക്കേണ്ട കാര്യം എന്താ? കോസ് തീറ്റയുടെ 3 ഇക്വേഷൻ ഉണ്ടെന്ന് പഠിക്കുക. ആ 3 ഇക്വേഷൻ എങ്ങനെ ഓർത്തിരിക്കാമെന്ന് പഠിക്കുക. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന് ഇതിൻ്റെ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് അതെങ്ങനെ ഓർത്തിരിക്കേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് തന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നേരത്തെ ആകെ പഠിക്കേണ്ടത് തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ മാറ്റിയിട്ട് അവിടെ നിങ്ങൾ എന്ത് എഴുതണം? എക്സ്. അപ്പോൾ ടാൻ തീറ്റ = എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് = ടാൻ തീറ്റ. പിന്നെ തൊട്ട് മുമ്പിലത്തെ വീഡിയോക്കകത്ത് ചെയ്ത അതേ കാര്യം തന്നെ. ഇങ്ങനെ പുട്ടെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ടാനിനെ =ൻ്റെ ഇപ്പുറത്തേക്ക് മാറണം. അപ്പോൾ ടാൻ എന്താവും? ടാൻ ഇൻവേഴ്സ് x = θ. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ കിട്ടിക്കഴിയുമ്പോൾ തീറ്റേനെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞു. ഇനി വളരെ എളുപ്പമാണ്. ഇനിയൊന്നുമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. y = sin ഇൻവേഴ്സ് 1 - x² പകരം 1 - tan²θ/1 + tan²θ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ആൻസർ cos 2θ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് cos 2θ എന്ന് വന്നു. പുതിയ പ്രശ്നം രൂപം കൊണ്ടു. സാധാരണ സൈൻ ഇൻവേഴ്സിൽ സൈൻ വന്നു കഴിഞ്ഞാലാണ് അത് ക്യാൻസലായി പോകുള്ളൂ. cos 2θ എന്ന് മാത്രമായിട്ട് എഴുതണമെങ്കിൽ. ഇവിടെ പ്രശ്നം വന്നു. സൈൻ ഇൻവേഴ്സും കോസും തമ്മിൽ ക്യാൻസൽ ആവില്ല. പ്രശ്നം രൂപം കൊണ്ടു. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ കോസ് ആണ് നടക്കുന്നത്. അതിന് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വാല്യൂ വരികയാണെങ്കിൽ, അതായത് കോസിൻ്റെ വാല്യൂവിന് പകരം സൈനിലൊരു വാല്യൂ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സൈനും സൈൻ ഇൻവേഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ ലോക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഏത് രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നതെന്ന് നോക്കുക. ഏത് രണ്ട് സംഖ്യകൾ? ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. 40 ഡിഗ്രിയും 50 ഡിഗ്രിയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. അതേപോലെ തന്നെ 60 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂട്ടിയാലും നിങ്ങൾക്ക് 90 ഡിഗ്രി കിട്ടും. ഈ കോസ് 60 എന്ന് പറയുന്നത് സൈൻ 30 ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ കോസ് 40 എന്ന് പറയുന്നത് സൈൻ 50 ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല. സൈൻ 40 എന്ന് പറയുന്നത് കോസ് 50 ആയിരിക്കും. രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്നെങ്കിൽ നേരെ തലതിരിച്ച് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഈ 2θയ്ക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 50 - 2θ, അല്ല 90 - 2θ. 40ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 90 - 50 എന്നുള്ള എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കത് മനസ്സിലാകുന്നതിലും സാരമില്ല. നമുക്ക് ആ ടെക്നോളജി തന്നെ ഉപയോഗിച്ചിട്ട് കോസിനെ നമുക്ക് സൈനിലേക്ക് മാറ്റി എഴുതാം എന്ന് ഞാൻ പറയുക. അപ്പോൾ കോസിനെ നിങ്ങൾക്ക് ഇനി സൈനിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിറ്റുവേഷൻ യൂസ് ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം 0 π/2 πa 3 π/2 0. പിന്നെ അലൻ സാർ തോട്ടിൽ ചാടി. ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. സൈൻ 90 ഡിഗ്രി -2θ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ആക്സിസ് ആദ്യം സെലക്ട് ചെയ്യണം. π/2 ആക്സിസ്. π/2 ആക്സിസ് നമ്മൾ കണ്ടു. ഇതാണ് π/2 ആക്സിസ്. അപ്പോൾ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സൈൻ ഓപ്പോസിറ്റ് ആൻസർ. സൈനിൻ്റെ ഓപ്പോസിറ്റാണ് ആൻസർ. സൈൻ്റെ ഓപ്പോസിറ്റ് എന്താ? കോസ്. ആൻസർ എന്താ? 2θ. അപ്പോൾ cos 2θ എന്ന് ആൻസർ എഴുതി. പിന്നെ π/2 -θ, അതായത് 90ൽ നിന്ന് ബാക്കോട്ടേക്കാണ് വരുന്നത്. അപ്പം അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ് ആയത് കാരണം cos 2θയും പോസിറ്റീവ്. അപ്പോൾ നമുക്ക് cos 2θയ്ക്ക് വരെ നമുക്ക് എന്തെഴുതാം? സൈൻ π/2 - 2θ എന്ന് എഴുതാം. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു. കോസിന് പകരം നിങ്ങൾക്കിപ്പം ആൻസർ ഏതിലെഴുതാം? സൈനിലെഴുതാം. അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും വന്നു. അത് തമ്മിൽ എന്തായി പോകും? ക്യാൻസലായി. പിന്നെ നിങ്ങളുടെ ആൻസറിൽ എന്ത് മാത്രമേ ഉള്ളൂ? π/2 - 2θ. കണ്ടോ? നിങ്ങളുടെ ഇക്വേഷൻ വളരെ ചെറുതായി y എന്നുള്ളത് π/2 - 2θ ആയി. ഇനി തീറ്റേനെ നിങ്ങൾ മാറ്റി എഴുതണം. അത് ഓൾറെഡി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീറ്റയ്ക്കുള്ള ഇക്വേഷൻ എഴുതി വെച്ചായിരുന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x ആണ്. അപ്പം π/2 - 2 ടാൻ ഇൻവേഴ്സ് x. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. π/2ൻ്റെ ഡിഫറൻഷ്യൽ, π/2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 0. 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 2 തന്നെ. പിന്നെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വളരെ എളുപ്പമാണ്. 1/1 + x². ആൻസർ കിട്ടി. -2 / 1 + x². ഇവിടെ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
ഈ ഒരു കാര്യം. ഇതെന്തായിരുന്നു കാര്യം? സൈൻ 30 എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ 30 ഡിഗ്രിക്ക് തുല്യമാണ് കോസ് സൈൻ 30 ഡിഗ്രിക്ക് തുല്യമാണ് കോസ് 60 ഡിഗ്രി. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 90 കിട്ടണം. ഇതിവിടെ 30 എഴുതി കഴിഞ്ഞാൽ ഇത് 90 - 30 കോസ് 90 - 30. ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് സ്ഥാനത്തെയും സൈനിൽ നിന്ന് ഏതിലേക്ക് മാറ്റാം? കോസിലേക്ക് മാറ്റാം. അത്രേ ചെയ്തുള്ളൂ. ഇത് കണ്ടോ, കോസ് 2θ വരെ നമുക്ക് സൈനിൽ എന്തെഴുതാം? 90 - 2θ എന്ന് എഴുതാം. ഇത് തന്നെ 30 60 കൂടി കൂട്ടിയാൽ 90 കിട്ടൂലേ? ഇത് തമ്മിൽ കൂട്ടിയാലോ? ഈ 2θയും 90 - 2θ തമ്മിൽ കൂട്ടിയാൽ എന്താവും? 90 കിട്ടുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് സൈൻ ഇൻവേഴ്സ് 1 - x² / 1 + x² ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy/dx ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. 1 - x² 1 + x². ഇത് നിങ്ങളുടെ കോസ് 2θയുടെ ഇക്വേഷനാണ് അല്ലേ? കോസ് 2θയുടെ ഇക്വേഷൻ എന്താണ്? 1 - tan² θ / 1 + tan² θ. ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ മാറ്റിയിട്ട് നമ്മൾ എക്സിൽ എഴുതി വയ്ക്കും. അപ്പോൾ 1 - x² / 1 + x². ഇത് രണ്ടും ഒരേ ഷേപ്പ് അല്ലേ? അപ്പോൾ എക്സിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? tan θ. പുട്ട് x = tan θ. ഇത് ചെയ്യുമ്പോൾ തന്നെ അന്നേരം തന്നെ നിങ്ങൾ ടാൻ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി വെക്കണം. അതെന്തിനാ? ആൻസർ കിട്ടുമ്പോൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻസറിനകത്ത് എന്ത് കൊടുക്കണം? തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കണം? ടാൻ ഇൻവേഴ്സ് എക്സ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഏറ്റവും അവസാനം അത് ചെയ്തിട്ടുമുണ്ട്. കണ്ടോ, ഏറ്റവും അവസാനം നിങ്ങൾക്ക് 2θ എന്ന ആൻസർ കിട്ടി. 5/2 - 2θ. ഈ തീറ്റനെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് എഴുതി? 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ട്രിഗ്നോമെട്രിക് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെറിവേറ്റീവ്സിൽ. നിങ്ങൾ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിതെല്ലാം സോൾവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.